അസ്സലാമു അലൈക്കും. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്നലത്തെ വീഡിയോ ആണിത്. ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചാർജൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയ മീനാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അങ്ങനെ ഞാൻ മീനെല്ലാം വെട്ടിമുറിച്ച് നമ്മുടെ അപ്പുറത്തെ തൊടിയിൽ കുറച്ച് ചീര നിന്ന് അതെല്ലാം അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ചെറിയ ജീരകവും എല്ലാം കൊണ്ട് ചതച്ച് ഒരു സവാളയും ചെറുത് അരിഞ്ഞ് അതിനകത്ത് ഇട്ടിട്ട് അതൊന്നും മൂത്ത് വന്നപ്പോഴത്തേക്കിന് ചീരയെല്ലാം തട്ടിയിട്ട് അങ്ങനെ ചീരയെല്ലാം തട്ടിയിട്ട് കുറച്ച് ഉപ്പുപൊടിയെല്ലാം ഇട്ടിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ ആവിയിലിരുന്നത് വേവട്ടെ. അപ്പോഴത്തേക്കിന് എനിക്ക് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്ത് വെച്ചു. നമുക്ക് ചെറിയ മത്തി ഉണ്ടായിരുന്നല്ലോ, അത് ഒരു പീര പോലെ വെക്കാനും, പിന്നെ വലിയ മത്തിയുടെ മുട്ടയുണ്ട്, അത് തോരൻ വെക്കാനും. പിന്നെ ഇന്ന് നമ്മൾ റേഷനരി ഇട്ടാണ് ചോറ് വെച്ചത്, ചുമന്ന റേഷനരി. എന്നും വെള്ളയരി വെക്കുമല്ലേ, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ചുമന്ന റേഷനരി ഇട്ട് വെക്കാമെന്ന്. അതാണ് ഈ ചീരയൊക്കെ മുറിച്ചെടുത്തത്. കാരണം ചീര ആ ചോറിൻ്റെ കൂടെ ചീരയും തോരൻ ഇട്ട് തിന്നാൻ നല്ല ടേസ്റ്റ്. കറിയൊന്നും വേണ്ട എനിക്ക്. അങ്ങനെ ഞാൻ പിന്നെ ആ മത്തിയുടെ മുട്ട ഉണ്ടല്ലേ, അത് ഞാൻ തോരൻ പോലെ, അതും ഞാൻ തോരൻ പോലെയാണ് വെക്കുന്നത്. കഴുകിയെല്ലാം വാരിയതിന് ശേഷം ഞാൻ ഒരു ചെറിയ സവാള ഉള്ളി അരിഞ്ഞ് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച്, അതിനകത്ത് കടുകും അങ്ങനെ ഒന്നും ഞാൻ ഇടത്തില്ല. ചട്ടി വെച്ച് എണ്ണയെല്ലാം ഒഴിച്ചിട്ട് ഞാൻ ആ ചെറിയ സവാള ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്ത്, പിന്നെ അതിന് ശേഷം കുറച്ച് ഉപ്പുപൊടി ഇട്ട് അത് മൂത്ത് വന്നപ്പോഴത്തേക്കിന് കറിവേപ്പില ഇട്ട് കൊടുത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോഴതിന് ശേഷം ഞാൻ മീനിൻ്റെ മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളുടെ സ്ഥലത്തൊക്കെ മഴയുണ്ടോ? മിനിഞ്ഞാന്ന് രാത്രിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മഴ കിട്ടിയിട്ടുണ്ട്. 2 മണിക്കൂർ ഇന്നലെ മഴയുണ്ടായിരുന്നു. ഇത് ഇന്നലത്തെ വീഡിയോ ആണേ. അപ്പം 2 മണിക്കൂറോളം മഴ ഉണ്ടായിരുന്നു. അങ്ങനെ മുട്ട അവിടെ ഇരുന്ന് വേവട്ടെ. എന്നിട്ട് കുറച്ച് തേങ്ങയും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഈ മുട്ട ഇങ്ങനെ വെന്ത് വരുമ്പം ഇട്ട് കൊടുത്ത് അതിങ്ങനെ ഇരുന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇത് മതി, ഒരാൾക്ക് ചോറുണ്ണാനുള്ള സാധനമുണ്ട് ഇത്. പിന്നെ കുറച്ച് മത്തി ഞാൻ പൊരിക്കാൻ പുരട്ടിയൊക്കെ വെച്ച്, പിന്നെ ചെറിയ മത്തി ഞാൻ മാങ്ങയൊക്കെ ഇട്ട് പീര വെച്ച് ഉണ്ടമുളകൊക്കെ ചേർത്ത്, പിന്നെ കുറച്ച് വലിയ മത്തി. അങ്ങനെ ഞാൻ ചോറെല്ലാം എടുത്ത്. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇതായിരുന്നു നമ്മുടെ ഫുഡ്. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും മഴ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നല്ല മഴ കിട്ടട്ടെ, ഒരു നാശനഷ്ടവും ഉണ്ടാവാത്ത രീതിയിൽ നമുക്കെല്ലാവർക്കും മഴ കിട്ടട്ടെ. വെള്ളം ആവശ്യമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി സുഖമാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഇന്നലത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. ഇതിന് കറിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റുള്ള റേഷൻ അരിയാണെങ്കിലും ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹായ്.